പാകിസ്ഥാനെ കൈയഴിഞ്ഞ് സഹായിച്ച് ലോകബാങ്ക്. $700 ബില്യൺ ധനസഹായത്തിന് അംഗീകാരം നൽകി. രാജ്യത്തിന്റെ മാക്രോ ഇക്കണോമിക് സ്ഥിരത ഉറപ്പാക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള മൾട്ടി ഇയർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ലോകബാങ്കിന്റെ പബ്ലിക് റിസോഴ്സസ് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. ആകെ $1.35 ബില്യൺ വരെ ലഭ്യമാക്കാവുന്ന ഈ ബൃഹദ പദ്ധതിയുടെ ആദ്യഘട്ടമാണിത്. ഫെഡറൽ പ്രോഗ്രാമുകൾക്ക് $600 ബില്യൺ, സിന്ധ് പ്രവിശ്യയിലെ വികസനത്തിന് $100 മില്യൺ എന്നിങ്ങനെയാണ് ധനസഹായം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ഓഗസ്റ്റ് മാസത്തിൽ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിനായി $47.9 ബില്യൺ ഗ്രാന്റും ലോകബാങ്ക് അനുവദിച്ചിരുന്നു. പാകിസ്ഥാന്റെ സ്ഥിരമായ വളർച്ചയ്ക്ക് ആഭ്യന്തര വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും സുതാര്യമായും വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാകിസ്ഥാനിലെ ലോകബാങ്ക് കൺട്രി ഡയറക്ടർ പറഞ്ഞിരുന്നു. സ്കൂളുകൾക്കും ക്ലിനിക്കുകൾക്കും കൃത്യമായ ഫണ്ട് ലഭ്യമാക്കുക, നികുതി സംവിധാനം പരിഷ്കരിക്കുക, സാമൂഹിക കാലാവസ്ഥാ നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നത് വഴി രാജ്യത്തെ സ്ഥാപനങ്ങളെ കരുത്തുറ്റതാക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കാനും സാധിക്കുമെന്നും ലോകബാങ്ക് ലീഡ് എക്കണോമിസ്റ്റ് പറഞ്ഞിരുന്നു. ശരിയായ ബജറ്റ് ആസൂത്രണത്തിലൂടെയും റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പരിഷ്കരണങ്ങളിലൂടെയും കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ഈ നീക്കം സഹായിക്കും. നിലവിൽ സങ്കീർണമായ നിയന്ത്രണങ്ങളും സുതാര്യമല്ലാത്ത ബജറ്റ് നടപടികളും പാകിസ്ഥാന്റെ റവന്യൂ വരുമാനത്തെയും നിക്ഷേപത്തെയും ബാധിക്കുന്നുണ്ടെന്ന് നവംബറിൽ പുറത്തുവന്ന IMF ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ലോകബാങ്കിന്റെ പുതിയ സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത്. അതേസമയം 2020-21 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ പൊതുകടം 39,860 ബില്യൺ പാകിസ്ഥാൻ രൂപയായിരുന്നു. 4 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് സർവേ റിപ്പോർട്ട് വിശകലനം ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 10 വർഷം മുമ്പ് 2014-15 പാകിസ്ഥാന്റെ പൊതുകടം 17,380 ബില്യൺ പാകിസ്ഥാൻ രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 76,007 ബില്യൺ പാകിസ്ഥാൻ രൂപയാണ്. 5 മടങ്ങ് വർധനയാണ് 10 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. ഈ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ പൊതുകടത്തിന്റെ കണക്കുകൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പാണ്. നിലവിലുള്ള മൊത്തം പൊതുകടത്തിൽ 51,518 ബില്യൺ രൂപ ആഭ്യന്തര കടവും 24,489 ബില്യൺ രൂപ വിദേശ കടവുമാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കടമാണിതെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കടബാധ്യത മോശം രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കുമെന്നും ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലിശഭാരം വർദ്ധിക്കുന്നതടക്കമുള്ള സാഹചര്യത്തിലേക്ക് ഇത് രാജ്യത്തെ തള്ളിവിടുമെന്നും ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെയും സുരക്ഷയെയും ഇത് ദുർബലപ്പെടുത്തുമെന്നും സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാകിസ്ഥാനിലെ ബലൂൺ പോലെ വീർത്തുവരുന്ന മൊത്തം പൊതുകടത്തിൽ വർദ്ധിച്ചുവരുന്ന വിദേശ കടത്തിന് പ്രധാന കാരണം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളാണ്. ഇതിൽ അടുത്തിടെ IMF വിതരണം ചെയ്ത $100 കോടി വായ്പയും ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാനുള്ള എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പദ്ധതിക്ക് കീഴിലാണ് IMF ഈ തുക അനുവദിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-നാണ് പാകിസ്ഥാൻ 37ാമത് IMF അനുവദിച്ചത്. ഈ പാക്കേജിന് കീഴിൽ $700 കോടി പാകിസ്ഥാന് IMF വായ്പ നൽകിയത്. ഇതിൽ ഏകദേശം $201 കോടി വിതരണം ചെയ്തിട്ടുമുണ്ടായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.